നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ ഓരോരുത്തരും ഓരോ പുതിയ ദിവസത്തിലേക്ക് ഉണരുമ്പോൾ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ കരുതി വയ്ക്കാറുണ്ട്. നാളത്തെ ദിവസം 2026 ജൂലൈ മാസം 6-ാം തീയതിയാണ്. കൊല്ലവർഷം 1201, മിഥുന മാസം 22-ാം തീയതി തിങ്കളാഴ്ച ദിവസവും. അപ്പോൾ നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു ചേരുക എന്ന് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. ജ്യോതിഷപരമായി നാളത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. അതായത് തിങ്കളാഴ്ച ദിവസം, അത് ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ ദിവസം. ഈ നാളത്തെ ദിവസം നക്ഷത്രം വരുന്നത് പൂരുരുട്ടാതിയാണ്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രവും കൂടിയാകുമ്പോൾ ഇത് വളരെയേറെ ഫലവത്തായ അല്ലെങ്കിൽ ഫലം ചെയ്യുന്ന ദിവസമാണ്. കൂടാതെ ഗ്രഹവിന്യാസങ്ങൾ എന്നും നടക്കുന്നത് പോലെ തന്നെ ശുഭകരമായി നാളെയും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി മഹാഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളത്തെ ദിവസം ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന വിവരങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ വിന്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതായ ചിന്തകൾ, ഒരു മനുഷ്യൻ്റെതായ പ്രവൃത്തികളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ ഗ്രഹങ്ങൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസത്തെ ഗ്രഹങ്ങളുടെ വിന്യാസം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നാളെ തിങ്കളാഴ്ചയാണ്. കൂടാതെ നാളെ ചന്ദ്രൻ കുംഭം രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായി വരുന്ന ഗ്രഹം വ്യാഴമാണ്, അതായത് ഗുരു. എന്നാൽ ഈ നക്ഷത്രം വരുന്നത് നമ്മുടെ ശനിദേവൻ്റെ, അതായത് ശനിയുടെ രാശിയായ കുംഭത്തിലും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലുമാണ്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ വലിയൊരു സവിശേഷത എന്തെന്ന് പറയുമ്പോൾ കുംഭം രാശിയിൽ ചന്ദ്രനും ശനിയും തമ്മിലുള്ള ഒരു ബന്ധം നാളത്തെ ദിവസം വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ജ്യോതിഷത്തിൽ ശശിമംഗള യോഗത്തിൻ്റെ അല്ലെങ്കിൽ ചില പ്രത്യേക ധനയോഗങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തുടക്കം, അല്ലെങ്കിൽ നാളത്തെ ദിവസം അതിനൊരു നാഴികക്കല്ലായി മാറും എന്നുകൂടി പറയാനായിട്ടുണ്ട്. കൂടാതെ ആദിത്യൻ, അതായത് ഭഗവാൻ സൂര്യൻ മിഥുനം രാശിയിൽ ബുധനോടൊപ്പം ബുധാദിത്യ യോഗം സൃഷ്ടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുക്രൻ അതിൻ്റെ അതായത് ശുക്രൻ്റെ ഒരു ശുഭദൃഷ്ടി അല്ലെങ്കിൽ ശുഭം നമുക്ക് ആ ഒരു മേഖലയിൽ നിന്നുകൂടി വരുന്നുണ്ട്. ഇനി കേതു അതേപോലെ രാഹുവും അവരും യഥാക്രമം അവരവരുടെ വഴികളിൽ മാറ്റങ്ങൾ തിരിതെളിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റത്തിന് വഴി തെളിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗ്രഹവിന്യാസങ്ങളൊക്കെ നാളത്തെ ദിവസം സംഭവിക്കുന്നത്. അപ്പോൾ കർമ്മരംഗത്ത് ഉണർവാണ് പൊതുവെ കാണുന്നത്. മടി പിടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഒരു പുതിയ ഊർജ്ജം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഇതുവരെ ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയ ജോലി നേരെ ചെയ്യുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരുന്നവരോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിൽ പോലും നാളത്തെ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഊർജ്ജം കടന്നു വരും. കാര്യങ്ങളൊക്കെ വേഗത്തിലാകുന്ന ദിവസമാണ്. അപ്പോൾ അതിനെടുത്തു പറയേണ്ടത് ഈ ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും ഒരു ഊർജ്ജമാറ്റം വന്നു ചേരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും നമ്മളുള്ളത്. ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അജേയപാദാണ്. അപ്പോൾ വളരെ ദയയും എന്നാൽ ലക്ഷ്യബോധവുമുള്ള ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഏറ്റവും ദയുള്ളവരാണ്. എന്നാൽ അവർക്ക് വലിയ ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യത്തിൽ എത്തേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായി അറിയുന്ന കൂട്ടരുകൂടിയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പൊതുവായ ഫലം കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നാളത്തെ ദിവസം ബുദ്ധിപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വളരെ അനുകൂലമായ ദിവസമാണ്. നാളെ നിങ്ങൾ എടുക്കുന്നതായ സാമ്പത്തിക തീരുമാനങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരും. പൂരുരുട്ടാതി നക്ഷത്രമാണ്. കൂടാതെ തിങ്കളാഴ്ച ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ ദിവസം കൂടിയാണ്. ഇനി ജോലി സ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് വലിയ അംഗീകാരങ്ങൾ ലഭിക്കാനൊക്കെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം നാളത്തെ ദിവസം പൊതുവായ എല്ലാ നക്ഷത്രക്കാരെയും സഹായിക്കുകയും ചെയ്യും. അതേപോലെ മനസ്സിൽ കുറേ നാളായി കൊണ്ടു നടന്നിരുന്നത് ആകുലതകൾ, വിഷമങ്ങൾ, ഭാവിയെക്കുറിച്ച് ഓർത്തുള്ളതാകാം, അല്ലെങ്കിൽ ജീവിതം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും, ദൈനംദിന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നാളത്തെ ദിവസം പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു അന്തരീക്ഷം കൂടി ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീന നിമിത്തവും തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സ്വാധീനവും നിമിത്തവും നിങ്ങളിലേക്ക് വന്നു ചേരും.
ഇനി നിങ്ങൾ കാത്തിരുന്നതായ ആ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് നാളത്തെ ദിവസം ഈ സവിശേഷമായ ഗ്രഹവിന്യാസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യവും ഐശ്വര്യവും നേട്ടങ്ങളും വരാൻ പോകുന്നതായ പ്രധാന നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ കാര്യവിജയത്തിൻ്റെ മത്സര വിജയത്തിൻ്റെയൊക്കെ ദിവസമാണ്. അപ്പോൾ കാര്യവിജയം, നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന പ്രവൃത്തിയിൽ വിജയമുണ്ടാകും. അതേപോലെ മത്സര പരീക്ഷകളിൽ വാദപ്രതിവാദങ്ങളിലൊക്കെ നിങ്ങൾക്ക് നാളത്തെ ദിവസം വിജയം കൂടെ ഉണ്ടാകും. ഒരു അപ്രതീക്ഷിത ധനയോഗം തേടി വരാനുള്ള സാധ്യതയൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായി കയ്യിലേക്ക് കുറച്ച് പണം വരുന്നതാകാം, അല്ലെങ്കിൽ സ്വർണം വരുന്നതാകാം, അല്ലെങ്കിൽ അതിനോട് തക്ക വിലമതിക്കുന്നതായി നിങ്ങൾ കരുതിയിരുന്നതായ ചില ശുഭവാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതും ആകാം. അതുകൂടാതെ ബന്ധുക്കളുമായിട്ടൊക്കെ ഒത്തുകൂടാനും സന്തോഷം പങ്കിടാനും കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. ഇനി രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നാളെ പുരോഗതിയുടെ ദിവസമായിരിക്കും. കുറേ നാളായി തിരികെ കിട്ടാതിരുന്ന ധനമൊക്കെ കൈകളിൽ വന്നു ചേരാനുള്ള ഹ്യൂജ് ബിസിനസ് പ്രോഡക്റ്റുകളൊക്കെ ഇറക്കി വെച്ചിട്ട് അത് വിൽറ്റ് കഴിഞ്ഞിട്ട് പണം തരാത്ത ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ. പിന്നെ തരാം എന്ന് പറഞ്ഞിരുന്നവർ പോലും നാളെ നിങ്ങളുടെ കയ്യിലേക്ക് ആ ധനം കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് നാളത്തെ ദിവസം, അതും രോഹിണി നക്ഷത്രക്കാർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം വളരെ മെച്ചമുണ്ടാവുകയും സമൂഹത്തിൽ വലിയൊരു അംഗീകാരം, നേട്ടം, സന്തോഷം, ഒരു ആത്മസംതൃപ്തിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തത് മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് നാളെ വളരെ അനുകൂലമായ ഒരു ദിവസം കൂടിയാണ്. അതായത് പുതിയ കോഴ്സുകളിലേക്കൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിദേശ യാത്ര, വിദേശ പഠനത്തിനായൊക്കെ ശ്രമിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകൾ നിങ്ങൾ കേൾക്കാനായി കാത്തിരിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം അതിനുള്ള യോഗം, ഭാഗ്യം, അല്ലെങ്കിൽ ആ ശുഭവാർത്ത കേട്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യവും നേട്ടവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇനി നാലാമത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് നാളെ കർമ്മമേഖലയിൽ വലിയൊരു വഴിത്തിരിവൊക്കെ ഉണ്ടാകുന്നതായ ദിവസമാണ്. അതേപോലെ പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ഇതൊക്കെ നിങ്ങൾക്ക് വിജയം പൂർണ്ണമായി കൈവരിക്കാനൊക്കെ സാധിക്കുകയും പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഒക്കെ ഏറ്റെടുക്കാൻ സാധിക്കുകയും അത് ഭാവിയിലേക്കും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായി അല്ലെങ്കിൽ ഒരു നേട്ടമായി മാറുന്ന ദിവസം കൂടിയായിരിക്കും നാളത്തേത്. അപ്പോൾ ഈ 4 നക്ഷത്രക്കാർക്ക് നാളെ തൊട്ടതൊക്കെ പൊന്നാകുന്നു നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ളൊരു ദിവസം തന്നെയായിരിക്കും. പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒപ്പുവയ്ക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും ഈ പറഞ്ഞ 4 നക്ഷത്രങ്ങളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം വളരെയേറെ മികച്ചതായ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത്. അറിയാമല്ലോ, ജ്യോതിഷത്തിൽ ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ ചില മുൻകരുതലുകൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയും നമുക്കുണ്ട്. അപ്പോൾ നാളെ മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നീ രാശികളിൽ ജനിച്ചവർ പ്രഭാതത്തിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ അസ്വസ്ഥതകളിലൂടെ, കാര്യതടസ്സത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരും ഈ രാശിക്കാർക്ക്. മിഥുനം, കർക്കിടകം, ചിങ്ങം രാശിക്കാർക്ക്. എന്നാൽ ഒരു വിഷമത്തിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ തന്നെ നിങ്ങൾ ഈ 3 രാശിക്കാരായ ആളുകൾ തിങ്കളാഴ്ച ദിവസമാണല്ലോ, അപ്പോൾ നാളെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുന്നത്, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അത് ദോഷങ്ങളിൽ നിന്നൊക്കെ അകറ്റുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്നു ചേരുന്നതിനും സഹായിക്കുന്നതാണ്. കൂടാതെ നാളെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനും വളരെയധികം അനുകൂലമായ സമയം തന്നെയാകുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുകാല സമയങ്ങൾ, അത് നാളെ രാവിലെ 7:30-നും 9:00-നും ഇടയിലുള്ള ആ ഒരു സമയം പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളും എടുക്കാനായി പോകരുത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഒരു രാശിയെന്ന് അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാരെന്നല്ല, ആരുടെ കാര്യത്തിലായാലും ആ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ശിവക്ഷേത്ര ദർശനം കഴിവതും നാളെ നടത്താൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമായിട്ട് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ഫലത്തെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഗ്രഹങ്ങൾ നമ്മുടെ അനുകൂലമായ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി തരുമ്പോൾ നമ്മൾ അതിനെ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. കൈകൾ ഉയർത്തി, അല്ലെങ്കിൽ നമ്മൾക്ക് 2 കൈകൾ ദൈവം തന്നിട്ടില്ലേ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. പരിശ്രമവും പ്രാർത്ഥനയുമുള്ള ഒരു വ്യക്തിയും ജീവിതത്തിൽ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അതായത് നമ്മൾക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഏവരും പരിശ്രമത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നാളത്തെ ദിവസം പൂരുരുട്ടായ നക്ഷത്രമാണ്. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.